7 വർഷത്തിലധികമായി നവീകരണം മുടങ്ങിക്കിടക്കുന്ന പുനലൂർ നഗരസഭ വക 7 നില വ്യാപാര സമുച്ചയത്തിൽ പുതിയ വിവാദം. നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ലിഫ്റ്റ് സ്ഥാപിക്കൽ പ്രോജക്റ്റിന്റെ നിർവഹണത്തിൽ ലിഫ്റ്റ് സ്ഥാപിക്കാതെ തന്നെ കരാറുകാർക്ക് തുക മാറി നൽകി എന്നാണ് പുതിയ ആരോപണം. നഗരസഭാ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി ലിഫ്റ്റ് സ്ഥാപിക്കുന്നതിന് മുൻപ് തന്നെ അഡ്വാൻസായി 75% തുക നൽകാൻ കരാറുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് നഗരസഭാ അധികാരികൾ ലിഫ്റ്റ് സ്ഥാപിക്കുന്നതിന് മുൻപ് തന്നെ 13 ലക്ഷം രൂപ മാറി നൽകിയത്. എന്നാൽ ഈ കരാർ തയ്യാറാക്കിയതും അതേ കമ്പനി തന്നെയാണ് എന്നതാണ് രസകരം. ലിഫ്റ്റ് സ്ഥാപിക്കുന്നതിന് മുൻപ് തന്നെ ലക്ഷങ്ങൾ നൽകിയത് ഗുരുതര ക്രമക്കേടാണ് എന്നാണ് ആരോപണം. നഗരസഭ നിർദ്ദേശിച്ചിരുന്ന മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള ലിഫ്റ്റല്ല കമ്പനി സ്ഥാപിക്കാൻ പോകുന്നതെന്നും കെട്ടിടത്തിന്റെ സിവിൽ വർക്കുകളിൽ ഗൗരവതരമായ മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ ഇപ്പോൾ കമ്പനി പറയുന്ന തരത്തിലുള്ള ലിഫ്റ്റ് സ്ഥാപിക്കാൻ കഴിയുകയുള്ളൂ എന്നും ആരോപണമുണ്ട്. നിലവിൽ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ള പല ഭാഗങ്ങളും ഇടിച്ചു മാറ്റിയാൽ മാത്രമേ ലിഫ്റ്റ് സ്ഥാപിക്കാൻ കഴിയുകയുള്ളൂ എന്നും പറയുന്നു. ഇലക്ട്രിഫിക്കേഷൻ ചുമതലയുള്ള ജില്ലാ പഞ്ചായത്ത് ഉദ്യോഗസ്ഥന് പകരമായി 7 നില വ്യാപാര സമുച്ചയത്തിന് മാത്രമായി പാനൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റൊരു ഉദ്യോഗസ്ഥനെ ഉപയോഗിച്ച് നിരീക്ഷണം നടത്തുന്നതിന് നിയോഗിച്ചത് ക്രമക്കേട് ലക്ഷ്യം വച്ചാണ്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഈ തട്ടിപ്പ് നടത്തിയത് സാമ്പത്തിക ലാഭം ലക്ഷ്യം വച്ചാണ് എന്ന് UDF പാർലമെന്ററി പാർട്ടി ലീഡർ G ജയപ്രകാശ്, ഡെപ്യൂട്ടി ലീഡർ സാബു അലക്സ്, മണ്ഡലം പ്രസിഡന്റുമാരായ KN വിപിൻകുമാർ, S നാസർ, ഷമി അസീസ് എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.